മലയാള സിനിമയുടെ ശൈശവ സ്മരണകളിലെ നിറസാന്നിധ്യമാണ് എം കൃഷ്ണൻ നായർ. ചലച്ചിത്രകലയുടെ വികാസ പരിണാമങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും അവയിൽ സജീവ പങ്കാളിയാകുകയും ചെയ്ത സംവിധായക പ്രതിഭ. 1940-കൾ മുതലുള്ള മലയാള സിനിമയുടെ ചരിത്രം കൃഷ്ണൻ നായരുടെ ജീവിതകഥ കൂടിയാണ്. തെന്നിന്ത്യയിലെ നിരവധി പ്രമുഖ സംവിധായകരുടെ സഹായിയായി പ്രവർത്തിച്ച ശേഷം മെരിലാൻഡ് നിർമ്മിച്ച CID എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായി കൃഷ്ണൻ നായരുടെ അരങ്ങേറ്റം. സിനിമയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ഏതാണ്ട് പൂർണ്ണമായി മാറ്റിവെച്ച ഒരാളാണ് എൻ്റെ അച്ഛൻ. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് രംഗപ്രവേശം ചെയ്തതെങ്കിലും എല്ലാം ചെയ്യും. ക്യാമറ അസിസ്റ്റൻ്റായിട്ടും ജോലി ചെയ്യും, സൗണ്ട് എഞ്ചിനീയറെ സഹായിക്കും, പ്രൊഡക്ഷൻ മാനേജറുടെ കാര്യവും ചെയ്യും, എല്ലാം ചെയ്യും. അങ്ങനെ അതിലങ്ങനെ ഒരു ആമഗ്നനായ ഒരാളായിരുന്നു. പിന്നെ ഡയറക്ടറായി അച്ഛൻ്റെ പടങ്ങളൊക്കെ വിജയിച്ചു. ഒരു 10-20 വർഷം വളരെ തിരക്കുള്ള സംവിധായകനായിട്ട് ജീവിച്ചു. തന്നെ ഉള്ള അധ്വാനത്തിലൂടെ സിനിമയിൽ ഞാൻ എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച ആളാണ്. പാട്ടുകളുടെ കാര്യത്തിൽ അച്ഛൻ്റെ പടങ്ങളിലെ പാട്ടുകൾ വളരെ നല്ല പാട്ടുകൾ ഒരുപാടുള്ള പടങ്ങളുണ്ട്. അതിനൊരു പ്രധാന കാരണം സംവിധായകൻ എന്നുള്ളതിലേക്കുള്ള അച്ഛൻ്റെ സംഗീതബോധത്തെക്കാളും അഥവാ അതിനോടൊപ്പമോ പരിഗണിക്കേണ്ടത് ഈ സംഗീത രചയിതാക്കളും ഗാനരചയിതാക്കളുമായും സംഗീത സംവിധായകരുമായിട്ടുണ്ടായിരുന്ന ഒരു സവിശേഷ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് വയലാർ രാമവർമ്മയോട്, ബാബുരാജിനോട്. ബാക്കിയുള്ളവരോടൊന്നും ബന്ധമില്ലെന്നല്ല, ഇവരോടത്തൊക്കെ ഒരു പ്രത്യേക ബന്ധമാണ്, ഒരു ആത്മബന്ധമാണ്. മലയാള ഗാനങ്ങളിൽ വയലാർ ദേവരാജൻ ടീം അങ്ങനെ വളരെ ജ്വലിച്ചു നിന്ന സമയത്തും വയലാർ ബാബുരാജ് എന്നൊരു ടീമിനെ കൊണ്ട് നല്ല പാട്ടുകൾ സൃഷ്ടിക്കാൻ അച്ഛന് സാധിച്ചു. അതിനകത്ത് ഏറ്റവും മനോഹരമായ പാട്ടുകളാണ് ഈ കാട്ടുതുളസിയിൽ. ഒരുപക്ഷെ അതിലേറ്റവും ഈടുള്ള പാട്ടെന്ന് പറയുന്നത് ഈ സൂര്യകാന്തി സ്വപ്നം കാണുവതാരെ. ആ സൂര്യകാന്തി എന്ന് പറയുന്ന ഒരൊറ്റ ബിംബത്തിൽ ഒരു കഥാനായികയുടെ കാത്തിരിപ്പിൻ്റെ ഉദ്വിഗ്നത ആ മുഴുവൻ അതിനകത്ത് ഒറ്റ വാക്കിൽ അങ്ങ് ആവാഹിക്കുകയാണ്. പറയുന്ന പോലെയല്ല, സൂര്യകാന്തിപ്പൂ കാണാൻ ഭംഗിയുണ്ടെങ്കിൽ അത് പാടി ഫലിപ്പിക്കാൻ, പ്രത്യേകിച്ച് അതിന്റെ ഹമ്മിങ് ഒറ്റ ബ്രിത്തിലാണ് ആ ഹമ്മിങ് അന്നത്തെ കാലത്ത്. ഇന്നത് ഒക്കെ ചിന്തിക്കാനേ പറ്റില്ല. വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുന്നത് ശാരദയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. മലയാളത്തിൽ എനിക്ക് കിട്ടുന്ന ആദ്യത്തെ കേരള സ്റ്റേറ്റ് അവാർഡിൽ അർഹമായ